KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരവാസികൾ ഉപ്പുവെള്ളം കുടിക്കാതിരിക്കാൻ ഇത്തവണയും ആശ്രയം താൽക്കാലിക തടയണ. 12.3 ലക്ഷം രൂപ ചിലവിലുള്ള താൽക്കാലിക തടയണയുടെ നിർമ്മാണം ഒരാഴ്ചക്കകം പൂർത്തിയായേക്കും. കുമ്പളയിൽ അക്രമി സംഘം 3 കാറുകൾ തകർത്തു. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും സഹോദരങ്ങളുടെയും കാറുകളാണ് തകർത്തത്. കാഞ്ഞങ്ങാട്ട് കലയുടെ വസന്തം. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് നെഹ്റു കോളേജിൽ വർണ്ണാഭമായ തുടക്കം. KSTP റോഡിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കളനാട് വളവിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. മംഗൽപാടി ജനകീയ വേദിയുടെ ഹെൽമറ്റ് ചാലഞ്ച് ക്യാമ്പയിന് തുടക്കമായി. ഇനിയൊരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ബന്ദിയോട് റോഡരികിലുള്ള മരച്ചുവട്ടിൽ കാലിൽ പുഴുവരിച്ച നിലയിൽ കിടക്കുകയായിരുന്ന വയോധികന് സ്നേഹസ്വാന്തനം. ചിറയിൻ കീഴിൽ നൌഷാദ് ഉസ്താദ് നേതൃത്വം നൽകുന്ന ആതുരാലയം സംരക്ഷണമൊരുക്കും. മുളിയാർ പുഞ്ചിരി സാഹിത്യ പുരസ്കാരത്തിന് M ചന്ദ്രപ്രകാശ് അർഹനായി. പ്ലാവിലകൾ സ്വപ്നം കാണുന്ന പാത്തുമ്മ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നഗരവാസികൾ ഉപ്പുവെള്ളം കുടിക്കാതിരിക്കാൻ ഇത്തവണയും ആശ്രയം താൽക്കാലിക തടയണ. 12.3 ലക്ഷം രൂപ ചിലവിലാണ് ആലൂരിൽ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. ഇതിന്റെ 70% പണിയും പൂർത്തിയായി. ഒരാഴ്ചക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. പയസ്വിനി പുഴയിലെ ബാവിക്കര ജലസംഭരണിയിൽ ഉപ്പ് കലരാതിരിക്കുവാനും ജലലഭ്യത ഉറപ്പുവരുത്താനുമായി നിർമ്മിക്കുന്ന താൽക്കാലിക തടയണയുടെ പണി അവസാന ഘട്ടത്തിലെത്തി. 12.3 ലക്ഷം രൂപ ചെലവിലാണ് ആലൂരിൽ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. ഇതിന്റെ 70% പണിയും പൂർത്തിയായി. ഒരാഴ്ചക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ 3 മീറ്ററോളം വീതിയിൽ ഇരുഭാഗത്തും മണൽ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ അട്ടിവെച്ച് അതിനുള്ളിൽ മണ്ണിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. ജലക്ഷാമം ഇത്തവണ മുൻപേ തുടങ്ങുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തടയണ വേഗത്തിൽ നിർമ്മിച്ചത്. സ്ഥിരം തടയണയുടെ പണി നല്ലതുപോലെ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്ന അവസാനത്തെ താൽക്കാലിക തടയണയാകുമിത്. കഴിഞ്ഞ മഴക്കാല ഘട്ടങ്ങളിലും അതുപോലെ തന്നെ തുലാവർഷത്തിൻ്റെ കുറവും ഒക്കെ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിൻ്റെ സമയത്താണ് ഈ തടയണയുടെ വിഷയവും വരുന്നത്. 35 വർഷക്കാലമായിട്ട് പോരാട്ടങ്ങൾ നടത്തുകയും അതിനൊന്നും വിജയം കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ്. ഏതായാലും അടുത്ത വർഷമെങ്കിലും സ്ഥിരം തടയണയുടെ നിർമ്മാണം നടക്കുമെന്നുള്ള പ്രത്യാശയിലാണ് കാസർഗോഡ് ജനങ്ങൾ. കാസർഗോഡ് നഗരത്തിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കുമുള്ള വെള്ളത്തിനു വേണ്ടിയാണ് വർഷം തോറും ലക്ഷങ്ങൾ ചിലവഴിച്ച് ജല അതോറിറ്റി ഇവിടെ തടയണകൾ നിർമ്മിക്കുന്നത്. ഇതിനായി കോടികളാണ് ഇതിനകം ചിലവഴിച്ചത്. എന്നാലും വേനൽ കടുക്കുമ്പോൾ താൽക്കാലിക തടയണയുടെ വിടവിലൂടെ കടൽവെള്ളം കയറി സംഭരണിയിൽ ഉപ്പ് കലരാറുണ്ട്. വേനൽക്കാലത്ത് ഉപ്പുവെള്ളം നഗരത്തിൽ പതിവാണ്. ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ 3 കിലോമീറ്റർ താഴെ പയസ്വിനി കരിച്ചേരി പുഴകളുടെ സംഗമസ്ഥലമായ മുനമ്പത്താണ് സ്ഥിരം തടയണ നിർമ്മിക്കുന്നത്. 3 മാസം മുൻപ് തുടങ്ങിയ പണി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തോടെ ഇതിന്റെ പണി പൂർത്തിയാകുമെന്നാണ് ചെറുകിട ജലസേചന വകുപ്പ് നൽകുന്ന സൂചന. ഇതോടെ കാസർഗോഡിനെ കാലങ്ങളായി അലട്ടിയ പ്രധാന പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് ഡെസ്ക് KCN. കുമ്പളയിൽ അക്രമി സംഘം 3 കാറുകൾ തകർത്തു. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും ഇയാളുടെ സഹോദരങ്ങളുടെയും കാറുകളാണ് തകർത്തത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും ഇയാളുടെ സഹോദരങ്ങളുടെയും ഒരു ടൊയോട്ട 2 ആൾട്ടോ കാറുകളാണ് തകർത്തത്. വിവരമറിഞ്ഞ് കുമ്പള CI പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാത്രി തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട കാലിയ റഫീഖിന്റെ സംഘമാണ് കുമ്പളയിലെത്തി കാറുകൾ തകർത്തതെന്നാണ് സൂചന. പുലർച്ചെ 2 മണിയോടെ മുഹമ്മദ് റിയാസിന്റെ വീടിന്റെ പുറത്ത് വന്ന സംഘം റിയാസിനോട് വീടിന് പുറത്തിറങ്ങി വരുവാൻ ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ റിയാസ് പുറത്തിറങ്ങുവാൻ തയ്യാറായില്ല. കാര്യം തിരക്കിയപ്പോൾ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അത് തീർക്കണമെന്നുമാണ് സംഘം പറഞ്ഞതെന്ന് റിയാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എനിക്കാണ് 1 മണിക്കാണ് ഇവൻ ഫോൺ വിളിക്കുന്നത്. ഇവൻ്റെ എന്നെ അറിയുന്ന ഒരു മുന്ന എന്ന് പറയുന്ന നമ്പറിലാണ് എനിക്ക് ഫോൺ വിളിക്കുന്നത്. മുന്നാൻ്റെ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത്.
ചെയ്തിട്ട് നമുക്ക് ഇവനെ മുന്നോട് ചോദിക്കുന്നത് നീ നമ്മളെ ചങ്ങായിമാരെല്ലാം എന്ത് ചെയ്യുന്നു, നീ ഭയങ്കര ഇതാക്കുന്നല്ല, നിന്നെ വിടല, നിന്നെ കൊല്ലും, നിന്നെ പ്ലാനിങ് ഇട്ട് നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നീ എന്ത് ചെയ്യുന്നത്, നീ രാവിലെ വാ, നമുക്ക് രാവിലെ സംസാരിക്കാം. ഇപ്പം നീ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം 2 പ്രാവശ്യം എനിക്ക് പിന്നെ റഫീഖെന്ന് ഫോൺ വിളിച്ച് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം 2 മണിക്കാണ് ഇവർ വന്നിട്ട് ഇങ്ങനത്തെ പണിയെടുത്തിട്ട് പോയത്. ഈ മുറ്റത്തുള്ള വണ്ടി എല്ലാം അടിച്ച് പൊളിച്ചിട്ട് എല്ലാം മോശമായിരുന്നു. ഉപ്പളയിലെ ഒരു യുവതിയെ റിയാസ് കാണുവാൻ പോയിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നുമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതാണ് കാർ കത്തിക്കുന്നതിൽ കലാശിച്ചത്. അക്രമത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കുമ്പള CI പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. കാഞ്ഞങ്ങാട്ട് കലയുടെ വസന്തം. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് നെഹ്റു കോളേജിൽ വർണ്ണാഭമായ തുടക്കം. 4000-ഓളം കലാപ്രതിഭകളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. കലാസ്വാദകർക്ക് ഉത്സവ ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് പടന്നക്കാട് നെഹ്റു കോളേജിൽ തുടക്കമായി. 4 വർഷങ്ങൾക്ക് ശേഷമാണ് നെഹ്റു കോളേജിൽ കലോത്സവം നടക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 120 കോളേജുകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. സപ്തഭാഷാഭൂമിയായ കാസർഗോഡിൻ്റെ തനിമ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മലയാളം, കന്നഡ, തുളു, ബ്യാരി, ഉറുദു, മറാഠി, കൊങ്കിണി എന്നീ പേരുകളിലാണ് വേദികൾ അറിയപ്പെടുന്നത്. വന്നു നിൽക്കുന്നു ചില വേടന്മാർ പള്ളി സിമിത്തേരികൾക്കുള്ളിൽ നിന്നും അവർ നമ്പും വില്ലും തട്ടി മാറ്റുവാൻ എന്നോടരുളും. ബുധനാഴ്ച രാവിലെ വിവിധ വേദികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. മലയാളം കവിതാലാപനം, ഹിന്ദി കവിതാലാപനം, പെയിന്റിംഗ്, വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ്, കൊളാഷ് മത്സരങ്ങൾ നടന്നു. ക്ലേ മോഡലിംഗ് മത്സരങ്ങൾ ശ്രദ്ധേയമായി. KSTP റോഡിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കളനാട് വളവിൽ ചൊവ്വാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. KL 65F 5012 നമ്പർ ബെൻസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി റോഡിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ബുധനാഴ്ച രാവിലെ ക്രെയിൻ കൊണ്ടുവന്നാണ് ലോറി മാറ്റിയത്. ന്യൂസ് ഡെസ്ക് KCN. മംഗൽപാടി ജനകീയ വേദിയുടെ ഹെൽമറ്റ് ചാലഞ്ച് ക്യാമ്പയിന് തുടക്കമായി. ഇനിയൊരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. വെള്ളിയാഴ്ച വരെ ക്യാമ്പയിൻ തുടരും. ദേശീയപാതയിൽ വാഹനാപകടം തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഹെൽമറ്റ് ചലഞ്ച് ക്യാമ്പയിനുമായി മംഗൽപാടി ജനകീയ വേദി രംഗത്തെത്തിയത്. ഇരുചക്ര വാഹനമോടിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കണമെന്ന് ഓരോ യാത്രക്കാരെയും ബോധ്യപ്പെടുത്തുന്ന ക്യാമ്പയിൻ പ്രവർത്തനത്തിന് മികച്ച കയ്യടിയാണ് ലഭിച്ചത്. ഹെൽമറ്റ് ധരിക്കാത്തതിനെ തുടർന്ന് നിരവധി ജീവനുകളാണ് റോഡിൽ ദിനംപ്രതി പൊലിയുന്നതെന്ന് മംഗൽപാടി ജനകീയ നീതിവേദി ഭാരവാഹികൾ പറഞ്ഞു. മംഗൽപാടി ജനകീയ വേദി 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഹെൽമെറ്റ് ധരിക്കുന്നതിനെ കുറിച്ച് ആവശ്യകതയെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നുണ്ട്. 8-ാം തീയതി 2:30 മണിക്ക് ഐല മൈതാനിൽ നിന്ന് ഉപ്ല ടൗൺ വരെ ഉള്ള ഒരു ബോധവൽക്കരണ റാലിയും കൂടിയുണ്ട്. അതിനുശേഷം ഉപ്ലയിൽ നിന്നുള്ള ഒരു റോഡ് ഷോ ഉണ്ട്. നമ്മുടെ ഈ സമാപന ദിവസം പോലീസ് മേധാവികൾ പങ്കെടുക്കുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ലഘുലേഖ സമരം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുക. എല്ലാവരും തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുക. അവരവരുടെ ജീവൻ വലുതാണ്. അവരവർ തന്നെ സംരക്ഷിക്കും. മരണപ്പെടുന്നവരുടെ ഉറ്റവർക്കും ഉടയവർക്കും മരണമുണ്ടാക്കുന്ന വേദനയും ആഘാതവും വളരെ വലുതാണ്. അപകട മരണവുമായി ബന്ധപ്പെട്ട് ഇനി ആരുടെയും കണ്ണുനീർ വീഴരുതെന്നും ഇതിനാലാണ് ഹെൽമറ്റ് ചലഞ്ച് ക്യാമ്പയിൻ നടത്തുന്നതെന്നും ജനകീയ വേദി നേതാക്കൾ പറഞ്ഞു. പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നിരവധി പേർ ഹെൽമറ്റ് ചലഞ്ച് ക്യാമ്പയിൻ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് KCN. ബന്ദിയോട് റോഡരികിലുള്ള മരച്ചുവട്ടിൽ കാലിൽ പുഴുവരിച്ച നിലയിൽ കിടക്കുകയായിരുന്ന വയോധികന് ചിറയൻ കീഴിൽ നൌഷാദ് ഉസ്താദ് നേതൃത്വം നൽകുന്ന ചിറയൻ കീഴിലെ ആതുരാലയം സംരക്ഷണമൊരുക്കും. ആരും തുണയില്ലാത്ത വയോധികൻ നിലവിൽ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 2 ദിവസം മുൻപായിരുന്നു ബന്ദിയോട്ടെ മരച്ചുവട്ടിൽ കാലിൽ പുഴുവരിച്ച നിലയിൽ അഷ്റഫ് എന്ന വയോധികനെ കണ്ടെത്തിയത്. താർപ്പായിൽ ഒന്നനങ്ങുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഇദ്ദേഹം.
സംഭവം ഒരു സായാഹ്ന പത്രത്തിൽ വാർത്തയായി വന്നതോടെ സഹായഹസ്തവുമായി കരുണ വറ്റാത്തവർ രംഗത്തെത്തി. AM നൌഷാദ് പാക്കവി ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്നേഹസാഗരം ഫൗണ്ടേഷൻ കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തുകയും അഷ്റഫിനെ ഉപ്പളയിലെ ക്ലിനിക്കിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് പുഴുവരിച്ച കാൽ വൃത്തിയാക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ കുമ്പള ആശുപത്രിയിൽ എത്തിക്കുകയും മികച്ച ചികിത്സ നൽകുകയും ചെയ്തു. അഷ്റഫിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സ്നേഹസാഗരം ഫൗണ്ടേഷൻ ഭാരവാഹികൾ. സ്നേഹസാഗരം ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റി ചെയർമാൻ സലീം ഹദ്ദാദ്, ട്രഷറർ മഹമ്മൂദ് പൂച്ചക്കാട്, യൂസഫ് ബംറാണ, UAE കമ്മിറ്റി അംഗം അമീർ മസ്താൻ എന്നിവരാണ് വയോധികന് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത്. ഇവരെ ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്നേഹസാഗരം കൂട്ടായ്മ നൌഷാദ് പാക്കവി ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്നേഹസാഗരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതിന് മുമ്പ് തന്നെ ചികിത്സയ്ക്ക് കൊടുത്ത് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകും. പിന്നീട്ടുള്ള കാലം കൊണ്ടുപോകും ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്കുള്ള ഭക്ഷണവും ഡോക്ടറും ചികിത്സ എല്ലാം ഞങ്ങൾ തന്നെ കൊടുത്ത് ഞങ്ങൾ തന്നെ അവരെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാം. മംഗലാപുരം ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണ സുഖം പ്രാപിക്കുന്ന അഷ്റഫിനെ പിന്നീട് ചിറയൻകീഴിൽ നൌഷാദ് ഉസ്താദ് നേതൃത്വം നൽകുന്ന ആതുരാലയത്തിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക് KCN. മുളിയാർ പുഞ്ചിരി സാഹിത്യ പുരസ്കാരത്തിന് M ചന്ദ്രപ്രകാശ് അർഹനായി. പ്ലാവിലകൾ സ്വപ്നം കാണുന്ന പാത്തുമ്മ എന്ന കൃതിയാണ് ചന്ദ്രപ്രകാശിനെ അവാർഡിന് അർഹനാക്കിയത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, KP സുധീര, കുട്ട്യാനം മുഹമ്മദ് കുഞ്ഞി എന്നിവരടങ്ങുന്ന ജൂറിയാണ് M ചന്ദ്രപ്രകാശിന്റെ പ്ലാവില സ്വപ്നം കാണുന്ന പാത്തുമ്മ എന്ന കൃതി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പുഞ്ചിരി മുളിയാറിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയിൽ പ്രസ്തുത അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് M മുകുന്ദൻ ചന്ദ്രപ്രകാശിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുഞ്ചിരിയുടെ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുഞ്ചിരിയുടെ സാഹിത്യ പുരസ്കാരം ഈ വർഷം മുതൽ മലയാളത്തിലെ എഴുത്തുകാർക്കുള്ള പുഞ്ചിരി സാഹിത്യ അവാർഡ് സമ്മാനിക്കുകയാണ്. ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. ഈ വർഷം അത് നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരനും മുളിയാർക്കാരനുമായ M ചന്ദ്രപ്രകാശിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലാവിലകൾ സ്വപ്നം കാണുന്ന ഫാത്തുമ്മ എന്ന് പറയുന്ന ഗൾഫിലെ അനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമാണ്. ആ പരിപാടി അവാർഡ് വിതരണം ചെയ്യുന്നത് ഫെബ്രുവരി 15 ഭൂവിക്കാനത്ത് വെച്ച് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് M മുകുന്ദൻ അവർ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. BC കുമാർ, ഹസൈനാർ നവാസ്, BK ഷാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജമിയത്തുൽ മുഅല്ലിമീൻ കാസർഗോഡ് ജില്ലാതല ഇസ്ലാമിക കലാസാഹിത്യ മത്സരം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. തളങ്കര പടിഞ്ഞാറ് സിറാജുൽ ഹുദ മദ്രസയിലാണ് ഇസ്ലാമിക കലാസാഹിത്യ മത്സരം നടക്കുന്നത്. ജില്ലയിലെ 1 ലക്ഷത്തോളം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾ മദ്രസ റേഞ്ച് മേഖലാ മത്സരങ്ങൾ കഴിഞ്ഞാണ് ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് സംയുക്ത കാസിയുമായ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ 700ഓളം വരുന്ന മദ്രസകളിലെ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാമത്സരം നടക്കുകയാണ്. അഥവാ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള 10,000ഓളം വരുന്ന മദ്രസകളിൽ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നിലവിൽ പഠനം നടത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളൊക്കെ അവരുടെ സർഗകലാവാസനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന 3 പതിറ്റാണ്ട് കാലമായി നടന്നു വരുന്ന കലാമത്സരത്തിൻ്റെ ജില്ലാതല മത്സരമാണ് തളങ്കരയിൽ വെച്ച് ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ നടക്കുന്നുള്ളത്. TP അലി ഫൈസി, ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ട്, ഹസൈനാർ ഹാജി, ജുദിൻ മൗലവി പെരുമ്പട്ട, അമാനുള്ള തലങ്കര, അഷ്റഫ് മൗലവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെർള നുസ്രത്തുൽ ഇസ്ലാം ദഫ് കമ്മിറ്റിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമവും ദഫ്മുട്ട് മത്സരവും സംഘടിപ്പിച്ചു. പെർള മർത്യ മസ്ജിദിന് സമീപത്താണ് പരിപാടി സംഘടിപ്പിച്ചത്.
ശങ്കർ റൈ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ കർണാടക വനം വകുപ്പ് മന്ത്രി രാമനാഥ് റൈ, MC കമറുദ്ദീൻ, ഡോക്ടർ അബ്ദുൽ ജലീൽ മർത്തിയ, അഷ്റഫ് ജൗഹരി എരുമാഡ്, ഫാദർ ജോസ് ചെമ്പോടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ വലിയ കാര്യത്തെക്കാൾ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്. അയൽവാസി വിശന്നു വലയുമ്പോൾ പള്ളനിറയെ ഭുജിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് ഇസ്ലാമല്ല എന്നാണ്. എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? അയൽവാസിയുടെ കഷ്ടപ്പാടിൽ അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ, അവരുടെ വിഷമത്തിൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതിനേക്കാൾ അപ്പുറത്തെ പടച്ചവന്റെ സേവനം നമ്മൾ ചെയ്യേണ്ടതില്ല. മത്സരങ്ങളിൽ വിജയിച്ച ടീമുകൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനമായി നൽകി. ഒന്നാം സ്ഥാനക്കാർക്ക് 11,313 രൂപയും, രണ്ടാം സ്ഥാനക്കാർക്ക് 8,313 രൂപയും, മൂന്നാം സ്ഥാനക്കാർക്ക് 6,313 രൂപയും സമ്മാനമായി നൽകി. കൂടാതെ വിജയികൾക്ക് ട്രോഫിയും നൽകി. ന്യൂസ് ഡെസ്ക് KCN. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 3000 രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് AKTA ഹൊസ്ദുർഗ് ഏരിയ സമ്മേളനം നടന്നു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ AKTA ഹൊസ്ദുർഗ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നുമ്പിൽ നടന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങളുടെ നിക്ഷേപമുള്ള ക്ഷേമനിധി ബോർഡ് നടത്തുന്നതിനേക്കാൾ ഭംഗിയായി നമ്മളുടെ ട്രസ്റ്റിംഗ് നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ രീതിയിലായിരുന്നെങ്കിൽ വളരെ തുച്ഛമായ തുക വെച്ചുകൊണ്ട് ഈ ക്ഷേമനിധി ബോർഡ് നമ്മളെ ഏൽപ്പിക്കാറുണ്ടെങ്കിൽ നാളെ സർക്കാർ ഇത് പിരിച്ചുവിടുവാണ് അങ്ങനെ തീരുമാനം വന്നാൽ പോലും ഒരു പുതിയ ക്ഷേമനിധി തുടങ്ങാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏരിയ പ്രസിഡന്റ് VM ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കോട്ടച്ചേരി മേൽപ്പാലത്തിന് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലൂടെ നൽകുന്ന വിവാഹധന സഹായം 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി K ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K കുഞ്ഞമ്പു, K ഇന്ദിര, V കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി K ശശിധരനെയും സെക്രട്ടറിയായി K ഇന്ദിരയെയും ട്രഷററായി V ബാലകൃഷ്ണൻ നായരെയും തെരഞ്ഞെടുത്തു. ട്രാഫിക് ബോധവൽക്കരണവുമായി യമധർമ്മൻ നിരത്തിലിറങ്ങി. ട്രാഫിക് ബോധവൽക്കരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഹൊസ്ദുർഗ് പോലീസ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. നട്ടുച്ചയ്ക്ക് കാലൻ നഗരത്തിലിറങ്ങിയപ്പോൾ യാത്രക്കാർ ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് എല്ലാവരും കൗതുകത്തോടെ നോക്കി നിന്നു. യാത്രക്കാർ നോക്കി നിൽക്കെ തന്നെ റോഡിലൂടെ ഹെൽമറ്റ് ധരിക്കാതെ വന്ന ബൈക്ക് യാത്രക്കാരന്റെ കഴുത്തിൽ കയർ കുരുക്കിട്ട് പിടിച്ചു നിർത്തി. ഇത് കണ്ട യാത്രക്കാർ ഒന്ന് പകച്ചു നിന്നെങ്കിലും നിയമത്തിന്റെ പ്രതീകമായി വിദ്യാർത്ഥി അവിടെ എത്തി വേണ്ട പരിരക്ഷ നൽകുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് പോലീസിന്റെയും ട്രാഫിക് പോലീസിന്റെയും ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഹോസ്ദുർഗ് CI CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഹെൽമെറ്റ് ഇടാൻ പഠിക്കുകയും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിക്കുകയും അല്ലെങ്കിൽ അമിതമായ വേഗതയിൽ വണ്ടി ഓടിക്കുകയും വഴി ഒരു നിമിഷത്തെ അശ്രദ്ധയും അജാഗ്രതയും മൂലം നിരവധി മനുഷ്യ ജീവിതങ്ങളാണ് ദിനം ദിനം റോഡപകടങ്ങളിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് വണ്ടി ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മോട് പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ടാവും. കാരണം ഉപദ്രവം എന്നുള്ള രീതിയിലാണ് പൊതുജനങ്ങൾ പോലീസ് ചെക്കിങ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഫെബ്രുവരി 4 മുതൽ 10 വരെയാണ് ട്രാഫിക് ബോധവൽക്കരണ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് അവരുടെ ജീവന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാനാണ് പോലീസ് ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ബോധവൽക്കരണ പരിപാടിക്ക് ഹോസ്ദുർഗ് SI സന്തോഷ് കുമാർ, ട്രാഫിക് SI മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാതല പഠനോത്സവം ഹൊസ്ദുർഗ് കടപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. വിളംബര ജാഥയും സമൂഹ ചിത്രരചനയും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാതല പഠനോത്സവം ഹൊസ്ദുർഗ് കടപ്പുറം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. പഠനോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥയും സമൂഹ ചിത്രരചനയും നടന്നു. മീനാപ്പീസ് കടപ്പുറത്ത് നടന്ന ചടങ്ങ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറേനാവി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേര് തന്നെ പഠനോത്സവം മുതൽ പ്രവേശനോത്സവം വരെ എന്നാണ് അതിന്റെ പേര്.
അതിൻ്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം 12-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ സന്ദേശം ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ ഈ സന്ദേശയാത്രയുമായി ഇവിടെ എത്തിച്ചേർത്തുള്ളത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും അവരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. വാർഡ് കൗൺസിലർ ഖദീജ ഹമീദ് അധ്യക്ഷയായി. ചടങ്ങിൽ ഇ വി അശോകൻ, എം ജയചന്ദ്രൻ, എൻ കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് ഗേൾസ് സ്കൂൾ, ഹോസ്ദുർഗ് കടപ്പുറം യു പി സ്കൂൾ, ഹോസ്ദുർഗ് ഫിഷറീസ് സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികളും പ്രദേശത്തെ ക്ലബ് പ്രവർത്തകരും സമൂഹ ചിത്രരചനയുടെ ഭാഗമായി. BPO കെ വി സുധ, ഇ പി ബാബുരാജ്, പ്രഥമാധ്യാപിക മോളിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകി. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് നഗരവാസികൾ ഉപ്പുവെള്ളം കുടിക്കാതിരിക്കാൻ ഇത്തവണയും ആശ്രയം താൽക്കാലിക തടയണ. 12.3 ലക്ഷം രൂപ ചിലവിലുള്ള താൽക്കാലിക തടയണയുടെ നിർമ്മാണം ഒരാഴ്ചക്കകം പൂർത്തിയായേക്കും. കുമ്പളയിൽ അക്രമി സംഘം 3 കാറുകൾ തകർത്തു. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും സഹോദരങ്ങളുടെയും കാറുകളാണ് തകർത്തത്. കാഞ്ഞങ്ങാട്ട് കലയുടെ വസന്തം. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് നെഹ്റു കോളേജിൽ വർണ്ണാഭമായ തുടക്കം. KSTP റോഡിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കളനാട് വളവിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. മംഗൽപാടി ജനകീയവേദിയുടെ ഹെൽമറ്റ് ചാലഞ്ച് ക്യാമ്പയിന് തുടക്കമായി. ഇനിയൊരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ബന്ദിയോട് റോഡരികിലുള്ള മരച്ചുവട്ടിൽ കാലിൽ പുഴുവരിച്ച നിലയിൽ കിടക്കുകയായിരുന്ന വയോധികന് സ്നേഹസ്വാന്തനം. ചിറയിൻകീഴിൽ നൌഷാദ് ഉസ്താദ് നേതൃത്വം നൽകുന്ന ആതുരാലയം സംരക്ഷണമൊരുക്കും. മുളിയാർ പുഞ്ചിരി സാഹിത്യ പുരസ്കാരത്തിന് M ചന്ദ്രപ്രകാശ് അർഹനായി. പ്ലാവിലകൾ സ്വപ്നം കാണുന്ന പാത്തുമ്മ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.